നല്ല ചൂട് ചോറിനൊപ്പം പഴമാങ്ങ കറിയും മീൻ വറുത്തതും അച്ചിങ്ങ മെഴുക്ക് വരട്ടിയും നല്ലൊരു ഫിഷ് പിക്കിളും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും ഇന്നത്തെ ഊണ്? സൂപ്പറായിരിക്കില്ലേ? ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. ഇനി ഓരോ റെസിപ്പിയും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇന്നത്തെ റെസിപ്പി ഫിഷ് പിക്കിളാണ്. നമുക്ക് കാണാം. ഹലോ ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചൂര വെച്ചിട്ടുള്ള ഒരു ഫിഷ് പിക്കിളാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ പൊടിച്ചത്, കായം പൊടിച്ചതാണ്, നമ്മൾ കട്ടക്കായം പൊടിച്ചത്, ഉപ്പ്, മുളക് പൊടി. ഞാൻ 2 തരത്തിലുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു എരിവുള്ളതും എരിവില്ലാത്തതും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി വേണ്ട ഒരു മെയിൻ ഐറ്റം, ഒരു ചെറിയ കപ്പിൽ വിനീഗർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ടൂണ നന്നായിട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് കഴുകി അതിനെ ഉപ്പും മഞ്ഞളും, മുളക് പൊടി ഞാനിവിടെ ചേർക്കാറില്ല, ഉപ്പും മഞ്ഞളും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യണം. കുറേശ്ശായിട്ട് എണ്ണയിൽ ഒഴിച്ചിട്ട് അതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് കട്ടിയായിട്ട് വേണം, നല്ലോണം മൂപ്പിക്കണം. ഒരുപാട് സോഫ്റ്റ് ആയിരിക്കരുത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അത് വറുത്ത് കോരി വയ്ക്കാം. നമ്മൾ ഈ വറുക്കുന്ന എണ്ണയിൽ തന്നെയാണ് ഈ പിക്കിൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ എണ്ണ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിൽ തന്നെയാണ് മീൻ ഇനി അച്ചാറുണ്ടാക്കാൻ പോകണേ. നമ്മളിതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുക് പൊട്ടിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുത്തു. നന്നായിട്ട് വാട്ടി വരട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് വിനീഗറിനെ ഒന്ന് ചൂടുവെള്ളത്തിൽ നേർപ്പിച്ചെടുക്കണം. ഇത് ഒരു കപ്പ്, ഞാൻ കുഞ്ഞൊരു കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുളി എത്ര വേണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതൊന്ന് നേർപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്കും ഇതൊന്ന് ഫ്രൈ ആവട്ടെ, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഈ വിനീഗർ ഒന്ന് നേർപ്പിച്ചെടുക്കാം. വിനീഗർ നേർപ്പിക്കാൻ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ നമുക്ക് വിനീഗറിനെ നേർപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം 1 കപ്പ് തിളച്ച വെള്ളവും അതിലേക്ക് 1 കപ്പ് നമ്മൾ എടുത്ത് വെച്ച വിനീഗറും കൂടി ചേർക്കാം. പുളി നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി, ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, അതിൻ്റെ രുചി പോകുമ്പം നല്ലൊരു മണം, വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വെന്തതിൻ്റെ മണം വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി പൊടികളൊക്കെ ചേർക്കാം. ഇതിൽ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് പ്രധാനമായിട്ടും. മുളക് പൊടി കുറച്ച് അച്ചാറല്ലേ, കൂടുതൽ വേണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാൻ ഓൾറെഡി മീനിൽ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ മസാലയ്ക്കും പിന്നെ അച്ചാറാകുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതൽ ഇടുമല്ലോ, അപ്പം ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മുളകും നന്നായിട്ട് വരണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിക്കാം. വിനീഗർ നേർപ്പിച്ച് വിനീഗർ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വേണം. നമ്മളിത് ഫിഷ് നമ്മൾ അതിലേക്ക് പിടിക്കുമ്പോഴത്തേക്കും ഗ്രേവി ഒരുപാട് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ 1 കപ്പിന് 1 കപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു 1.25 കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് കൂടി ഞാൻ പിന്നീട് ആഡ് ചെയ്തിട്ടുണ്ട്, പുളി ഒരുപാട് കുറവാണെന്ന് തോന്നിയിട്ട്. ഇതിന് നന്നായിട്ട് തിളച്ച് വരുമ്പം മീനിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കി വാങ്ങിക്കുക, അത്രേ വേണ്ടൂ. വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ വിനീഗർ കൂടി ചേർത്തത് കൊണ്ട് നന്നായിട്ട് നൊരഞ്ഞ് വരും, ഇതിൽ നന്നായിട്ട് പതഞ്ഞ് വരും. അപ്പോൾ ആ പതയൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്കതിലേക്ക് നന്നായിട്ടൊന്ന് ഗ്രേവി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് മീൻ വറുത്തത് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നല്ല മണം വരുന്നുണ്ട്, ഉലുവയുടെയും ഇതിൻ്റെയൊക്കെ കായത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ. ഞാനിതിലേക്ക് ഇനി ഈ ഫിഷ് ചേർക്കാൻ പോവാണ്. അപ്പം നമ്മളിത് ഉപ്പും മഞ്ഞളോട്ട് വറക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് വറക്കണം കേട്ടോ. ഒരുപാട് സോഫ്റ്റ് ആയിരിക്കരുത്, നല്ലതായിട്ടൊന്ന് വറക്കണം. വറുത്താൽ മാത്രമേ അത് കുറച്ച് കാലം കേടുണ്ട്. ഇപ്പം ഒന്നും അധികം ഉണ്ടാവില്ല, കാരണം ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുള്ളൂ ട്യൂണ. അപ്പം 1/2 കിലോയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീരും ഇത്, ഒരുപാട് ദിവസം. 2 ദിവസം വെച്ചാൽ ഇതൊന്ന് സോഫ്റ്റ് ആവും. ഇതൊന്ന് നമുക്ക് ഇതടുത്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടില്ലേ, കളറും നല്ല നല്ല ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഫിഷ് പിക്കിൾ റെഡിയായി. ഇന്ന് എനിക്ക് കഴിക്കാൻ ചോറിൻ്റെ കൂടെ മാമ്പഴക്കറിയുണ്ട്, ചിക്കൻ മെഴുക്കുവരട്ടിയുണ്ട്, മീൻ വറുത്തതുണ്ട്, പിന്നെ ഫിഷ് പിക്കിളും ഉണ്ട്. അപ്പോൾ ഈ ഫിഷ് പിക്കിൾ നന്നായിട്ട് എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കണം. കുറച്ചധികം ദിവസം നിൽക്കും, മാസങ്ങൾ നിൽക്കും, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുമാതിരിയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ
ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. അതായിരിക്കും.